ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിലാമസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സ് എക്സാം വരാനിരിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു തീർക്കാനുണ്ട് അല്ലേ? അപ്പോൾ ക്ലാസ്സുകളൊക്കെ അതിഗംഭീരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ +1 എക്കണോമിക്സ് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന കുറച്ച് ചോദ്യങ്ങൾ, അതായത് 10 ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മിസ് എന്ന് പറയാൻ പോകുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ചോദ്യങ്ങൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഷുവർ ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിലൂടെ 50-ലധികം മാർക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ റീസൺസ് ഫോർ സ്റ്റാഗ്നേഷൻ ആണ്. 4 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചോദ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് മിസ് ഇവിടെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ അടിപൊളിയായിട്ട് നമ്മുടെ ചാനലിൽ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ലോ ലെവൽ ഓഫ് ടെക്നോളജി, നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പാർട്ടീഷൻ ഓഫ് ഇന്ത്യ 1947. ഇത്രയും പോയിന്റ്സ് ആണ്, 6 പോയിന്റ്സ് ആണ്. ഇത് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. സുഖമായിട്ട് നിങ്ങൾക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് നമ്മുടെ പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റെവല്യൂഷൻ. 5 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനെ കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത്? യൂസ് ഓഫ് HYV സീഡ്സ് പറയാം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും, മോഡേൺ എക്യുപ്മെന്റ്സ്, പ്രോപ്പർ ഇറിഗേഷൻ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക ഫാമേഴ്സിന് എല്ലാവർക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് എഴുതാനായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അത്രയും ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം തെറ്റിപ്പോകാൻ അത്രയും സാധ്യത കൂടിയ ഒരു ചോദ്യമാണ്. തെറ്റിക്കഴിഞ്ഞാൽ തന്നെ അത് ഫസ്റ്റ് തൊട്ട് ചെയ്യേണ്ടതും കൂടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുന്ന സമയത്ത് അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് നമ്മുടെ ചാനൽ ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് ഒന്ന് വീഡിയോസിലൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. ഒരുപാട് വീഡിയോസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ 50 ഫാമിലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ടാലി മാർക്സ് ഉപയോഗിച്ചിട്ടാണ്. ക്ലാസ് ഇന്റർവെൽ 10 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്ലാസ്സസ് എത്ര വേണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ചെറിയ നമ്പർ ഏതാ നോക്കുക. ഇവിടെ 5 ഒക്കെ കാണുന്നുണ്ട്, 4 ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ 0 to 10 തുടങ്ങണം. എവിടെ അവസാനിക്കണം നോക്കണമെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാ നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ 42, 43 ഒക്കെ കാണുന്നുണ്ട്. സോ 50 വരെ പോകണം. അപ്പം മിസ് ഇതാ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടാലി മാർക്സ് യൂസ് ചെയ്തിട്ട് ഓരോരോ ഐറ്റത്തിനെ ഓരോരോ ക്ലാസ്സിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ആ ടാലി മാർക്സ് കൗണ്ട് ചെയ്ത് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസിയുടെ ടോട്ടൽ 50 വരണം. കാരണം ഇവിടെ 50 നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, 50 ഡാറ്റയാണുള്ളത്. സോ ഫ്രീക്വൻസി ടോട്ടൽ ചെയ്യുമ്പോൾ അത്രയും തന്നെ കിട്ടണം. അപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കണം. അടുത്ത ചോദ്യം 8 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ പോവേർട്ടിയിലെ ചോദ്യമാണ്. എന്തായാലും എല്ലാ വർഷവും 8 മാർക്കിന് ഈ ചോദ്യം കാണുന്നുണ്ട്. പോവേർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ആണ്. അഥവാ നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, പരിപാടികൾ എന്തൊക്കെയാണ്, പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരുപാട് പദ്ധതികളുണ്ട്. നമുക്കറിയാം സെൽഫ് എംപ്ലോയ്മെന്റ്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസിന്റെ അണ്ടറിൽ ഒരു 7 പ്രോഗ്രാംസ് ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 4 എണ്ണം അത് നിങ്ങൾ പഠിച്ചു വെക്കുക. പക്ഷെ ബാക്കിയുള്ള പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. കാരണം അത് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന സമയത്ത് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ഉണ്ട്. ഇതിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 4 എണ്ണം. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ഇവിടെയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു 4 എണ്ണം പഠിച്ചു വെക്കാം. അത്രയും മതി. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം ഒന്നും എഴുതാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഏതെങ്കിലും 4 എണ്ണം ഈ 3 പ്രോഗ്രാംസിന്റെ അണ്ടറിലും പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്തത് നമ്മുടെ 5 മാർക്കിന്റെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. നമ്മുടെ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെ, മനുഷ്യ മൂലധനത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കാനാണ്. നമുക്കറിയാം 5 ഉറവിടങ്ങളാണല്ലോ അതെ. നമ്മുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെൽത്ത് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഓൺ ദ ജോബ് ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മൈഗ്രേഷൻ ഉണ്ട്,
അടുത്തത് ലാസ്റ്റ് വൺ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഇങ്ങനെ 5 സോഴ്സസ് ആണുള്ളത്. ഈ 5 സോഴ്സസിനെ കുറിച്ചും ഒരു സെന്റൻസ് എങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ സ്ഥിരം 8 മാർക്കിന്റെ ചോദ്യമാണ്. നമ്മുടെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ചാപ്റ്ററിൽ നിന്നും മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നതിന് ശേഷം മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറയും. അപ്പൊ മിസ് ഇതിന്റെ സൊല്യൂഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം സിഗ്മ എഫ് എം ബൈ എൻ ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എം വേണം, എഫ് എം വേണം. എഫ് എമ്മിന്റെ ടോട്ടൽ ബൈ ടോട്ടൽ എൻ ആണ് അല്ലെ. ടോട്ടൽ ഫ്രീക്വൻസി ആണ് ഈ സ്മോൾ എൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് മീൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ദെൻ മീഡിയൻ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതാ n/2 ആദ്യം വേണം. n എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി ആണ് എന്നുള്ളത് ആലോചിക്കുക, സ്മോൾ n. ഓക്കെ, അപ്പൊ പിന്നെ അത് ലൊക്കേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കണം, അതിൽ പിന്നെ ലൊക്കേറ്റ് ചെയ്യണം. ദെൻ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. L + n/2 - CF / F × H. ഇതാണ് നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ദെൻ അവസാനമായിട്ട് നമ്മുടെ മോഡാണ്. മോഡ് വളരെ സിമ്പിൾ ആണ്. ആദ്യം മോഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ക്ലാസ് ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം L + D1 / D1 + D2 × H എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 46.15 അങ്ങനെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് എന്തായാലും എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് തന്നെ പറയാം. ദെൻ അടുത്ത 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ 8 മാർക്കിന്റെ സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ നേരത്തെ ഹ്യൂമൻ ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സ്ഥിരമായിട്ട് കാണുന്നതാണ് സുസ്ഥിര വികസനത്തിനുള്ള പ്രധാന തന്ത്രങ്ങൾ ഏതെല്ലാം, സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ എല്ലാവരും പഠിച്ചു വെക്കണം. അതേ ക്വസ്റ്റ്യൻ ആയിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അതിനുശേഷം സ്ട്രാറ്റജീസ് ആണ്, 10 സ്ട്രാറ്റജീസ് ഉണ്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 8 എണ്ണം 7 എണ്ണം ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഇതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചേക്കാം. ദെൻ അടുത്തത് നമ്മുടെ സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇൻഡെക്സ് നമ്പറിലെ ചോദ്യമാണ്. എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം സിമ്പിൾ അഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ P1 / സിഗ്മ P0 × 100. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ടാസ്ക് എന്താന്ന് പറയുന്നത് നിങ്ങൾ P1 ഉം P0 ഏത് വർഷമാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ രണ്ടിന്റെയും ടോട്ടൽ എടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കറിയാം P1 എന്ന് പറയുന്നത് കറണ്ട് ഇയർ ആണ്, റീസെന്റ് ആയിട്ട് നിൽക്കുന്ന ഇയർ ആണ്. P0 എന്ന് പറയുന്നത് ബേസ് ഇയർ ആണ്, കഴിഞ്ഞു പോയ വർഷമാണ്. അത് ആലോചിച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ് ആണ്. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ ജെംസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ലേ, ഏതൊക്കെയാണ്? ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഉണ്ട്, ദെൻ മോഡേണൈസേഷൻ ഉണ്ട്, ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് എന്തുണ്ട്? സെൽഫ് റിലയൻസ് ഉണ്ട്. ഇങ്ങനെ 4 ഗോൾസ് ആണ് നമ്മുടെ 5 ഇയർ പ്ലാൻസിനുള്ളത്. ഇതെന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മുടെ ചോദ്യമാണ് വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് എൻവിയോൺമെന്റ് ഇസ് ഇറ്റ് പ്രൊവൈഡ് എസ്തെറ്റിക് സർവീസസ്. അതായത് ഫങ്ഷൻസ് ഓഫ് എൻവിയോൺമെന്റ് ആണ് ചോദിക്കുന്നത്. സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ചോദ്യമാണ്. അപ്പൊ ഇതിൽ നമുക്കൊരു 4 ഫംഗ്ഷനേ ഉള്ളൂ. ഇറ്റ് സപ്ലൈസ് റിസോഴ്സസ്, ഇറ്റ് അസിമുലേറ്റ് വേസ്റ്റ്, ഇറ്റ് സസ്റ്റെയിൻസ് ലൈഫ്, ഇറ്റ് പ്രൊവൈഡ്സ് എസ്തെറ്റിക് സർവീസസ്. ഇങ്ങനെ 4 ധർമ്മങ്ങളാണ്, 4 ഫംഗ്ഷൻസ് ആണ് നമ്മുടെ പരിസ്ഥിതിക്കുള്ളത്, എൻവിയോൺമെന്റിനുള്ളത്. അപ്പൊ ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഷുവർ ആയിട്ടും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയമില്ല. അപ്പൊ എന്തായാലും ഈ ചോദ്യങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചേക്കും. ഒരിക്കലും ഇത് നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. നമ്മുടെ എക്സാമിന് അത്രയും ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ ഈ വീഡിയോയുടെ 50-ലധികം മാർക്കാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്തത്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമ്മുടെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.